തന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനയ്ക്കർഹനീകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് മാനവർക്കായെന്ന് നേർവഴി കാട്ടിയ മക്കത്തൂതിത്ത ഹബീബുള്ളാഹ് മംഗകൾക്കുത്തമിയ ആമീന ബീബി പെറ്റ മുഹമ്മദ് സല്ലല്ലാഹ് ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ച് ഗുഹയിൽ പ്രവേശിച്ച് സിദ്ദീഖുൽ അക്ബർ മടിയിൽ തലവെച്ച് അന്ത്യപ്രവാചകൻ നിദ്രയിൽ പ്രാപിച്ച് ചന്ദ്രവദനം കണ്ട് സിദ്ദീഖൊരു പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിനും നോക്കുന്നു, ഓതും പഴുതുവടയ്ക്കുന്നു. പഴുതൊന്നടയ്ക്കുവാൻ ശീലത്തൊണ്ടില്ല, പാദവിരൽ കൊണ്ടമർത്തുന്നു. മുത്ത് റസൂലുള്ളാഹ് സുഖമായി ഉറങ്ങുന്നു. മുഖം കണ്ട് സിദ്ദീഖ് സന്തുഷ്ടരാകുന്നു. മൂർഖൻ പാമ്പൊന്നുടൻ കാലിൽ കടിക്കുന്നു. മൂർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയില്ല, സിദ്ദീഖോരെ വേദന മാറുന്നില്ല. പൊട്ടിയൊഴുകിയ കണ്ണുനീർത്തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിന്റെ പട്ടഭുജത്തൽപ്പത്തട്ടിയ നേരത്ത് നെട്ടി ഉണർന്നൊന്നു നോക്കുന്നേ. എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്നു? എന്ത് പിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്. എന്റെ മണത്താളിൽ വേദന തിങ്ങുന്നു. എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോര് ഉമിനീർ പോരട്ടി നബി സിദ്ദീഖോരെ ഉഗ്രവിഷവിറക്കി. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനയ്ക്കർഹനീകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് മാനവ